പാലക്കാട് ശേഖരീപുരം ദേശീയപാത ജംഗ്ഷനിൽ വഴിവിളക്കില്ല. അപകടങ്ങൾ പെരുകുന്നു. കാലികളും ഭീഷണി. കഴിഞ്ഞ ദിവസം ചിറ്റൂർ നല്ലേപ്പള്ളി സ്വദേശിയായ യുവാവ് ബൈക്ക് ഡിവൈഡറിലിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായി. രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. ആംബുലൻസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് യുവാവിനെ കൊണ്ടുപോയത്. ബൈക്ക് പൂർണ്ണമായും തകർന്നു. ലോറിയെ മറികടന്നെത്തിയ ബൈക്കാണ് ഡിവൈഡറിലിടിച്ചത്. വഴിവിളക്കുകളോ സിഗ്നൽ ലൈറ്റുകളോ ഇവിടെയില്ല. നിരവധി അപകടങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കന്നുകാലികളും രാത്രികാലങ്ങളിൽ ഇവിടെ റോഡിൽ അലഞ്ഞുതിരിയുന്നതും അപകടത്തെ ക്ഷണിച്ചു വരുത്തുന്നു. ഉടമകൾ കാലികളെ അഴിച്ചുവിടുന്നതാണ് പ്രശ്നം. പാലക്കാട് നഗരത്തിൽ നിന്നും ചാത്തപുരം ഭാഗത്തേക്കും ഒലവക്കോട് ചന്ദ്രനഗർ ഭാഗത്തേക്കുമുള്ള നാൽക്കവലയാണ് വെളിച്ചമില്ലാതെ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നത്. ദേശീയപാത അധികൃതർ പ്രശ്നം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും പരാതി. ഇങ്ങനെ ഒരു ഡിവൈഡർ നേരിൽ വരുന്നവർക്ക് കാണുവാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിവൈഡർ ഉണ്ട് എന്ന് അറിയിക്കാനോ യാതൊരു തരത്തിലുള്ള ലൈറ്റോ അല്ലെങ്കിൽ ഒന്നുമില്ല. അതിൽ ഒരു ബ്ലിങ്കിങ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ വയ്ക്കുന്ന സമയത്ത് ബ്ലിങ്കിങ് ലൈറ്റ് കത്തിയതാണ്. അതിനുശേഷം നിരവധി ആപത്തുകൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. നിരവധി ആൾക്കാരെ ഞങ്ങൾ ആശുപത്രി പരിസരവാസികൾ കൊണ്ടുപോകാനുള്ള ഇടയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ലൈറ്റുകൾ വല്ലാത്തൊരവസ്ഥയാണ്. ഈ ഡിവൈഡർ വല്ലാത്തൊരു ആപത്താണ്. കാരണം തുറന്ന് നല്ല വീതിയുള്ള റോഡാണ്. ഇവിടെ പെട്ടെന്നുള്ള ഒരു ഡിവൈഡർ, അതിൽ യാതൊരു മുന്നറിയിപ്പുമില്ല. ഒരു പരിസരത്ത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തിൽ ഇല്ല, അതിൽ ഇല്ല. പരസ്യ ബോർഡിൽ പോലും ലൈറ്റ് ഇല്ല. ആ പരസ്യ ബോർഡിൽ കാരണം പരസ്യം കൊടുക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കണം, അതിലൊരു ലൈറ്റ് വേണമെന്നുള്ളത്. ഒരു ബ്ലിങ്കിങ് ലൈറ്റോ ഒന്നുമില്ല. നിരന്തരം ഇവിടെ ആപത്തുകൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ അതിനേക്കാളും കൂടുതലൊരു വലിയൊരു കാര്യമുണ്ട്. അത് മുനിസിപ്പാലിറ്റി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് കന്നുകാലികൾ ഇവിടെ രാത്രി കാലങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. രാത്രി ഈ പരിസരത്തെ ആൾക്കാർ കന്നുകാലികൾ അഴിച്ചു വിട്ടുകൊണ്ടുള്ള കന്നുകാലിയുടെ വിരഹം ഭയങ്കരമാണ്, പ്രശ്നമാണ് ഇവിടെ കിടക്കുന്നത്. അതിലും വണ്ടി ഇടിച്ച് ഒരുപാട് പേര് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.